الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهدي ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസിനികളെ പ്രപഞ്ച സൃഷ്ടാവായ പടച്ച റബ്ബിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്നും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ഈമാനും തഖ്വയും കൈവരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടുന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരിക്കൽ മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മയ്യത്ത് ഖബറടക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിലൂടെ റസൂലുള്ളാഹി നടന്നുപോയി. ആ സന്ദർഭത്തിൽ ആ ഖബർസ്ഥാനിൽ ഒരു വളവ് കണ്ടപ്പോൾ അതൊരു ഭംഗികേട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിലേക്ക് വന്നപ്പോൾ അവിടുന്ന് റസൂലുള്ളാഹി അവരോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ഖബർ വളവില്ലാതെ ഭംഗിയോടുകൂടി നിങ്ങൾക്ക് ചെയ്യാമായിരുന്നല്ലോ, എന്തേ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, ഇതൊരു ജൂതൻ്റെ മയ്യത്താണ്, ഇതൊരു ജൂതൻ്റെ മയ്യത്താണ്. റസൂലുള്ളാഹിയുടെ പ്രതികരണം കാണാം. മയ്യത്ത് ജൂതൻ്റെതാണെങ്കിലും നിങ്ങളൊക്കെ മുസ്ലിമീങ്ങളല്ലേ, വിശ്വാസികളല്ലേ? വിശ്വാസികളായ ആളുകൾ ഏറ്റവും ഭംഗിയായിട്ടായിരിക്കണം അവനവൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടുന്ന ഓരോ കർമ്മങ്ങളും നിർവഹിക്കാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബു ഇദാ അമില അമലൻ അയ്യുത്ഖിനഹു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എന്തു ചെയ്താലും അത് ഏറ്റവും പെർഫെക്റ്റായി, ഏറ്റവും ഭംഗിയായി നിങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന ആളുകളെയാണ് അള്ളാഹുവിന് ഏറ്റവും അധികം ഇഷ്ടമുള്ളത്, സ്നേഹമുള്ളത്, റബ്ബിൻ്റെ ഇഷ്ടവും പ്രീതിയും കിട്ടുന്നത്. ജീവിതത്തിൽ ചെയ്യുന്ന അമലുകൾ, ഇബാദത്തുകൾ ഏറ്റവും ഭംഗിയോടുകൂടി നിർവഹിക്കുന്ന ആളുകളെയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്.
ഖുർആനിൻ്റെ ആയത്ത് പരിശോധിച്ചാലും കാണാം. സൂറത്തുൽ മുൽക്ക് നിരന്തരം ഓതുന്നവരാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. എന്തിനാണ് കൂട്ടരെ അള്ളാഹു ജീവിതവും മരണവും സമ്മാനിച്ചത് എന്നതിൻ്റെ ഉത്തരം ഖുർആൻ പറഞ്ഞത് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് ഏറ്റവും അഹ്സനായി ഏറ്റവും വൃത്തിയായി അമലുസ്സാലിഹാത്ത് നിർവഹിക്കുന്നത് എന്ന് പരിശോധിക്കാനാണ് എന്നതാണ് ഖുർആൻ പറഞ്ഞത്. നമ്മളൊക്കെ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. നമ്മളൊക്കെ മരണാനന്തര ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്നവരാണ്. ആ നിലക്ക് നാം ചെയ്യുന്ന ഓരോ ഇബാദത്തുകളും, അത് ചെറുതാകട്ടെ അത് വലുതാകട്ടെ, ഏതു നിലക്ക് നമ്മൾ നിർവഹിക്കുന്ന ഇബാദത്തുകളും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യോഗ്യമാകണം. റബ്ബിൻ്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്ന ഇബാദത്തുകളായി മാറിയിട്ടില്ലെങ്കിൽ പരലോകത്ത് വമ്പിച്ച നഷ്ടമുണ്ടാകും എന്ന തിരിച്ചറിവാകണം വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്നത്. റബ്ബിന് വേണ്ടി നമസ്കരിക്കുന്നവരാണ് ഞാനും നിങ്ങളും. ഏറ്റവും വലിയ ഇബാദത്ത് ഏതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുന്ന് ചോദിക്കുന്നുണ്ട്. അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ ഇഷ്ടപ്പെട്ട അമൽ ഏതാണ് റസൂലേ? അവിടുന്ന് ചോദിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുത്തു, അസ്വലാ, നമസ്കാരമാണ്. നമസ്കാരമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ഇബാദത്തായിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. എന്തുകൊണ്ട്? ഒന്നാമതായി പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്ന വിഷയത്തെ റസൂലുള്ള എണ്ണിയതും ഇന്ന അവ്വല മാ യുസ്അലു അൻഹു യൗമൽ ഖിയാമ യഅനി അസ്വലാ, നാളെ പരലോകത്ത് ഒന്നാമതായി വിചാരണ ചെയ്യപ്പെടുന്നത് നമസ്കാരത്തെക്കുറിച്ചാണ്. അതിൽ പരാജയപ്പെട്ടവൻ, അതിൽ തോറ്റുപോയവൻ മുഴുവൻ കാര്യങ്ങളിലും പരാജിതനാണ്, തോറ്റവനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ജീവിതത്തിൽ കൃത്യമായി 5 നേരം നമസ്കാരം നിർവഹിച്ചവനാണെങ്കിൽ അവൻ വിജയിച്ചു, രക്ഷപ്പെട്ടു. അവനാണ് പരലോകത്ത് എല്ലാ വിജയവും കരസ്ഥമാക്കിയത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നാം നിർവഹിക്കപ്പെടുന്ന 5 നേരത്തെ ഇബാദത്ത് നമസ്കാരങ്ങൾ, ആ നമസ്കാരങ്ങൾ നിർവഹിക്കുമ്പോൾ ധാരാളം അബദ്ധങ്ങളും ധാരാളം ന്യൂനതകളും ധാരാളം കുറവുകളും ഒരുപക്ഷെ സംഭവിച്ചു പോകാനുണ്ട്. അങ്ങനൊക്കെ സംഭവിച്ചു പോയാൽ ഇബാദത്ത് എടുത്തപ്പോൾ ആ ഇബാദത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് മാതിരി അല്ല ഒരാൾ ഇബാദത്ത് ചെയ്തതെങ്കിൽ, നമസ്കരിച്ചതെങ്കിൽ അതൊന്നും പരലോകത്ത് ഉപകരിക്കില്ല എന്ന തിരിച്ചറിവ് സഹോദരങ്ങളെ ഉണ്ടാകണം. ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കുന്ന ആളുകളായി പരലോകത്ത് മാറുമെന്നതാണ് അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിക്കുന്നത്. വിശ്വാസികൾക്കുണ്ടാകേണ്ടുന്ന ഏറ്റവും വലിയ ഗുണമായി ഖുർആൻ എടുത്തു പറഞ്ഞപ്പോൾ നമസ്കാരവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു, വല്ലദീനഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ. വിശ്വസിക്കുന്ന ആളുകൾ, വിശ്വാസികളുടെ പ്രത്യേകതയായി ഖുർആൻ പറഞ്ഞത് അവർ നിത്യവും നമസ്കാരം നിർവഹിക്കുന്നവരാണ് എന്ന് ഖുർആൻ പറഞ്ഞു. രണ്ടാമതായി പറഞ്ഞത് വല്ലദീനഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ. അവർ ജീവിതത്തിൽ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ കൃത്യത, കണിശത പുലർത്തുന്ന ആളുകളാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു. മൂന്നാമതായി പറഞ്ഞു നമസ്കരിക്കുന്ന ആളുകൾ വിജയം കൈവരിച്ചവർ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഖുർആൻ പറഞ്ഞ മൂന്നാമത്തെ ഗുണമായി വിജയിച്ച സത്യവിശ്വാസികൾ ആരാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു അവർ നമസ്കരിക്കും, അവരുടെ നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകും, ഭക്തിയുണ്ടാകും, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കും അവർ നിർവഹിക്കുന്നത് എന്ന്. സഹോദരങ്ങളെ, ഒന്നാമതായി പറഞ്ഞത് വല്ലദീനഹും ഫീ സ്വലാത്തിഹിം ദായിമൂൻ, നിത്യവും നമസ്കരിക്കുന്നവരാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൽപ്പിക്കപ്പെട്ട നമസ്കാരം ഏതു തിരക്കിനിടയിലും, രോഗിയാകട്ടെ, പ്രയാസമുണ്ടാകട്ടെ, കടുത്ത ബുദ്ധിമുട്ടുകളാകട്ടെ, ആ നമസ്കാരം മരണം വരെ തൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവരാണ്. ഫീ സ്വലാത്തിഹിം ദായിമൂൻ എന്ന് ഖുർആൻ പറഞ്ഞത്. രണ്ടാമതായി പറഞ്ഞത് വല്ലദീനഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ, അവർ അവരുടെ നമസ്കാരത്തിൽ കൃത്യത പുലർത്തുന്നവരാണ്. നമസ്കാരത്തിൻ്റെ സമയവും നമസ്കരിക്കുന്ന സ്ഥലവും അവനവൻ ഉടുത്തുകൊണ്ട് നമസ്കരിക്കുന്ന അവൻ്റെ വസ്ത്രവും അതൊക്കെ കൃത്യമായി ഏറ്റവും നല്ലതുപോലെ സൂക്ഷിച്ച് വുദു എടുക്കുന്ന വിഷയത്തിൽ പോലും ശ്രദ്ധിച്ച് അഹ്സനൽ വുദു ആയി റബ്ബിൻ്റെ മുമ്പിൽ കൃത്യതയോടുകൂടി നമസ്കാരം നിർവഹിക്കുന്ന ആളുകളെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. മൂന്നാമതായി പറഞ്ഞതാണ് ഫീ സ്വലാത്തിഹിം ഖാശിഊൻ,
അവരുടെ നമസ്കാരത്തിൽ ഭക്തിയുണ്ടാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുഅ്മിന ഇദാ കാന ഫി സ്വലാഹ് യുനാജി റബ്ബഹു. ഒരു വിശ്വാസിയായ ആൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമസ്കരിക്കുന്നുവെങ്കിൽ യുനാജി റബ്ബഹു, തൻ്റെ റബ്ബുമായി രഹസ്യ സംസാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, സ്വകാര്യ സംഭാഷണത്തിലാണ്. തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെ സൃഷ്ടിച്ച നാഥൻ്റെ മുമ്പിൽ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹത്തിന് പകരമായി കൊണ്ട് ശുക്രെന്നോണം റബ്ബിൻ്റെ മുമ്പിൽ കൈകെട്ടി സാഷ്ടാംഗം ചെയ്ത് റുകൂഅ ചെയ്ത് നമസ്കരിക്കുന്ന ഒരു വിശ്വാസി സൃഷ്ടിച്ച നാഥനോട് സംസാരം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ റബ്ബിനോട് സംസാരിക്കുന്ന മുനാജാത്ത് എത്ര കൃത്യതയോടെ, മനസാന്നിധ്യത്തോടുകൂടി, ഭക്തിയോടുകൂടി, ഏറ്റവും നല്ല ഒരു ഉന്മേഷത്തോടുകൂടി നമസ്കാരം നിർവഹിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? അങ്ങനൊക്കെ ഖുർആൻ പറഞ്ഞ ഈ ഗുണവിശേഷണങ്ങൾ ഒത്തിണങ്ങി നമസ്കാരം നിർവഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് പരലോകത്ത് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ജന്നാത്തുൽ ഫിർദൗസാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നതമായ പദവി ജന്നാത്തുൽ ഫിർദൗസിലേക്ക് എത്തിപ്പെടാൻ അവർക്ക് സാധിക്കും. ഖുർആൻ എന്താ പറഞ്ഞത്? അല്ലദീന യരിസൂനൽ ഫിർദൗസ് ഹും ഫീഹാ ഖാലിദൂൻ. അവർ ഉടമപ്പെടുത്തുന്നത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ജന്നാത്തുൽ ഫിർദൗസ് ആണ്. ഹും ഫീഹാ ഖാലിദൂൻ. അവർ നിത്യവാസികളായി ആ സ്വർഗത്തിൽ എന്നെന്നും നമസ്കരിച്ചതുകൊണ്ട്. വെറും നമസ്കാരക്കാരെ കുറിച്ചല്ല അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത്. കൃത്യതയുണ്ടാകും, കണിശതയുണ്ടാകും, നമസ്കാരത്തിൽ ഭക്തിയുണ്ടാകും. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നമസ്കാരം നിർവഹിക്കുന്ന മനുഷ്യരായി അങ്ങനെയൊക്കെ നമസ്കാരം നിർവഹിച്ചവരാരാണോ അവർക്കാണ് ജന്നാത്തുൽ ഫിർദൗസ് അനന്തരമായി അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നത് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. റബ്ബ് വെച്ചു നീട്ടിയ അനുഗ്രഹത്തിന് പകരമായി ശുക്രെന്നോണമാണ് സഹോദരങ്ങളെ റബ്ബിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ നമ്മളൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. എത്രയോ ചോദിക്കാതെ പോലും റബ്ബ് കനിഞ്ഞു നൽകുമ്പോൾ റബ്ബിനെ ഓർക്കാൻ, അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ, റബ്ബിനെ സ്മരിക്കാനാണ് നമസ്കാരം നിർവഹിക്കേണ്ടത് എന്നത് ഖുർആൻ പഠിപ്പിച്ചത് കാണാൻ കഴിയും. അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഏറ്റവും വലിയ മോശപ്പെട്ട ഒരു മനുഷ്യനെക്കുറിച്ച്, ചീത്തയായ ഒരു മനുഷ്യനെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞത് മോഷണം നടത്തിയവനാണ്. ദുഷിച്ച ഒരു മോഷണം നടത്തിയവൻ, അവൻ്റെ പ്രകൃതത്തെ റസൂലുള്ളാഹി എടുത്തു പറഞ്ഞു. അല്ലദീ യസ്രിഖു സ്വലാതഹു, ഏറ്റവും വലിയ കളവ് നടത്തിയവൻ, മോഷണം നടത്തിയവൻ ആരാണെന്നറിയോ? അവൻ നമസ്കാരത്തിൽ നടത്തിയ മോഷണമാണ്. അത് കേൾക്കുമ്പോൾ സ്വഹാബികൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, നമസ്കാരത്തിൽ നടത്തുന്ന കളവെന്താണ്, മോഷണം എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുതിമു റുകൂഉഹ, അവൻ്റെ റുകൂഅ് അത് പൂർണ്ണമല്ല എന്ന്, വല സുജൂദഹ, അവൻ്റെ സുജൂദ് പൂർണ്ണമല്ല, വല ഖുശൂഅഹ, അവൻ്റെ നമസ്കാരത്തിൽ ഭക്തിയില്ലാത്ത നിസ്കാരമാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. നമസ്കാരത്തിലെ മോഷണത്തെക്കുറിച്ചാണ്, നീചമായ ഒരു പ്രവൃത്തിയെക്കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു. നിസ്കാരത്തിൽ കളവ് നടത്തുന്നവൻ, മോഷണം നടത്തുന്നവൻ, അവൻ കൃത്യമായി അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകെട്ടി നമസ്കരിക്കുന്നുണ്ട്. എന്നാൽ റുകൂഅ് പൂർണ്ണമല്ല, സുജൂദ് പൂർണ്ണമല്ല. മനസ്സിൽ തോന്നിയ ചിന്തകളുമായി അങ്ങനെയൊക്കെ നമസ്കരിച്ച്, നമസ്കാരം കഴിഞ്ഞിട്ട് പോലും നമസ്കരിച്ച ആ സമയത്ത് സൃഷ്ടിച്ച നാഥനെ ഓർക്കാൻ ഉരുവിട്ട ദിക്റുകൾ അറിയാതെ, മനസാന്നിധ്യമില്ലാതെ നമസ്കാരം നിർവഹിക്കുന്ന മനുഷ്യരായി ഒരിക്കലും മാറാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ ഗൗരവത്തെ കൂടി ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി. ഇന്ന റജുല യുസല്ലി 60 സന, 60 കൊല്ലം നമസ്കരിച്ച ഒരു മനുഷ്യൻ, മാ തുഖ്ബിലു ലഹു സ്വലാതഹു, അവൻ്റെ നമസ്കാരം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടിട്ടില്ല. നോക്കൂ, എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്? കള്ളിഷാപ്പിലേക്ക് നടന്നുപോയവൻ നമസ്കരിച്ചു, അവൻ്റെ നമസ്കാരം സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നതല്ല. നമസ്കരിച്ചു, 60 കൊല്ലം റബ്ബിൻ്റെ മുമ്പിൽ കൈകെട്ടി സുജൂദ് ചെയ്ത് റുകൂഅ് ചെയ്ത് നമസ്കാരം നിർവഹിച്ച മനുഷ്യൻ്റെ നമസ്കാരം പരലോകത്ത് സ്വീകാര്യയോഗ്യമല്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്തുകൊണ്ട്? ലാ യുതിമു റുകൂഅഹ, അവൻ്റെ റുകൂഅ് പരിപൂർണമല്ല എന്നും, വല യുതിമു സുജൂദഹ, അവൻ്റെ സുജൂദ് പൂർണ്ണമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ റുകൂഅ് ചെയ്യാൻ പഠിപ്പിച്ചത്, എങ്ങനെയാണോ സുജൂദ് ചെയ്യാൻ പഠിപ്പിച്ചത്, എങ്ങനെയാണോ ഇഅ്തിദാൽ പഠിപ്പിച്ചത്, എങ്ങനെയാണോ അത്തഹിയ്യാത്തിൽ ഇരിക്കാൻ പഠിപ്പിച്ചത്, അതൊക്കെ കൃത്യമായി പഠിക്കാതെ 60, 70, 80 കൊല്ലം റബ്ബിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്തതുകൊണ്ട്
റബ്ബിൻ്റെ അടുക്കൽ നമസ്കാരം പരിഗണിക്കപ്പെടില്ല. ഒന്നാമതായി അള്ളാഹുവിൻ്റെ അടുക്കൽ വിചാരണ ചെയ്യപ്പെടുന്ന നമസ്കാരം എന്ന ഏറ്റവും വലിയ ഇബാദത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ പരാജയപ്പെട്ടു പോയാൽ ജീവിതത്തിൽ ഏറ്റവും വലിയ തോറ്റവനാണ്, പരാജയം സംഭവിച്ചവനാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, എത്രയോ സുദീർഘമായ സമയം റുകൂഅ് ചെയ്യുന്ന അങ്ങനെ നമസ്കരിക്കുന്ന ആളുകളുണ്ട്, സുജൂദ് ചെയ്ത് അങ്ങനെ നമസ്കാരം നിർവഹിക്കുന്ന ആളുകളുണ്ട്. പരിപൂർണമായി എപ്രകാരമാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റുകൂഅ് ചെയ്യാൻ പഠിപ്പിച്ചത്, തൻ്റെ തലയും തൻ്റെ പിരടിയും തൻ്റെ മുതുകും ഒരേപോലെ വരുന്നത് പോലെ നിങ്ങൾ റുകൂഅ് നിർവഹിക്കണം. നിങ്ങളുടെ നട്ടെല്ല് മടങ്ങിപ്പോകരുത്, നിങ്ങളുടെ കൈകൾ കൂട്ടിപ്പിടിക്കരുത്. ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. എന്നാൽ മര്യാദപൂർവ്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെയാണോ എൻ്റെയും നിങ്ങളുടെയും നമസ്കാര രീതി എന്നതിനെക്കുറിച്ച് നന്നായി ആലോചിക്കണം. നമ്മളെല്ലാവരും നമസ്കരിക്കുന്നു, അതുകൊണ്ട് നമ്മളും നമസ്കരിക്കുന്നു. ചടങ്ങു തീർത്തു പോകലല്ല. ഇത്ര കാലമായി ഒന്നൊറ്റക്കിരുന്ന് പള്ളിയിൽ പഠിച്ച അറിവല്ലാത്ത നമസ്കാരത്തെക്കുറിച്ചുള്ള വിവരം സഹോദരങ്ങളെ, വിശ്വാസികളെ, നമുക്ക് എത്രയുണ്ട്. മര്യാദയ്ക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകെട്ടുന്ന വിഷയം പോലും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ എങ്ങനെയാണോ റുക്കൂഇലേക്ക് റസൂലുള്ള പോയത്, എങ്ങനെ സുജൂദ് നിർവഹിച്ചു, എല്ലാം കൃത്യമാണ്, ഹദീസിൽ വ്യക്തമാണ്. അങ്ങനെ പഠിപ്പിക്കപ്പെടാതെ കണ്ട് തോന്നിയതുപോലെ അങ്ങനെയൊക്കെ നമസ്കാരം നിർവഹിച്ചവരാണെങ്കിൽ പരലോകത്ത് വമ്പിച്ച പരാജയം സംഭവിക്കുന്ന ആളുകളായി ഞാനും നിങ്ങളും മാറും. അതുകൊണ്ടാണ് 60 കൊല്ലം നമസ്കരിച്ചവൻ്റെ നമസ്കാരം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മറ്റൊരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റഅ റജുലൻ റുകൂഅഹു ഔ യുംകിറ ഫീ സുജൂദി. അവിടുന്ന് ഒരു മനുഷ്യൻ നമസ്കാരം നിർവഹിക്കുകയാണ്, റുകൂഅ് നിർവഹിച്ചു, എന്നാൽ വയുംകിറു ഫീ സുജൂദിഹി, പക്ഷി കൊത്തുന്നത് പോലെയാണ്, ഒരു കാക്ക കൊത്തുന്നത് പോലെ അങ്ങനെ സുജൂദ് നിർവഹിക്കുന്ന ഒരു കാക്ക ഒരു പാത്രത്തിലേക്ക് വെള്ളം കുടിക്കാൻ തലയിട്ട് എത്ര വേഗമാണ് പുറത്തേക്ക് എടുക്കുന്നത്, അതുപോലെ നമസ്കാരം നിർവഹിച്ച ഒരു മനുഷ്യൻ വഹുവ യുസല്ലി, അവൻ നമസ്കരിക്കുകയാണ്. അങ്ങനെ നമസ്കാരം നിർവഹിച്ചവൻ എത്ര വേഗതയിലാണ്. നമുക്ക് റുകൂഅ് നിർവഹിക്കുന്ന സന്ദർഭത്തിൽ സുബ്ഹാന റബ്ബിയൽ അദീം, സുബ്ഹാന റബ്ബിയൽ അലാ, അത്യുന്നതനായ റബ്ബിനെ പരിശുദ്ധവാൻ എന്ന് പരിശുദ്ധപ്പെടുത്തുന്ന സന്ദർഭത്തിൽ 3 തവണയെങ്കിലും കൃത്യമായി ആ തസ്ബീഹ് ഉരുവിടാൻ നമുക്ക് സമയം കിട്ടാറില്ല. എത്ര വേഗതയിലാണ് സഹോദരങ്ങളെ നമസ്കാരം നാം നിർവഹിച്ച് അവസാനിപ്പിക്കുന്നത്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണം എന്ന താല്പര്യത്തിൽ എൻ്റെ റബ്ബ് എന്നെ പരിഗണിക്കപ്പെടണം, പരലോകത്ത് എൻ്റെ മീസാനിൽ ഖനം തൂങ്ങുന്ന നന്മകളായി എൻ്റെ നമസ്കാരം മാറണം എന്ന ചിന്തയിൽ നമുക്ക് നമസ്കാരം നിർവഹിക്കാൻ 5 നേരം പള്ളിയിലേക്ക് വരുന്നുണ്ട്, നമസ്കാരം ഞാൻ ജമാഅത്തായി നിർവഹിക്കുന്നുണ്ട്, ആശ്വാസം കൊള്ളുകയാണ്. സഹോദര സഹോദരി, ഏറ്റവും നന്നായി ചിന്തിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ഒരാൾ വളരെ വേഗത്തിൽ കാക്ക കൊത്തുന്നത് പോലെ, കോഴി കൊത്തുന്നത് പോലെ വേഗത്തിൽ നമസ്കാരം നിർവഹിക്കുന്നവൻ, സുജൂദും റുകൂഉം അത്ര വേഗത്തിൽ നിർവഹിക്കുന്നവൻ, ലൗ മാത, അവൻ മരണപ്പെട്ടാൽ ഹാദാ അലാ ഹാലി, ഈ അവസ്ഥയിൽ ഇങ്ങനെ ഒരാൾ നമസ്കാരം നിർവഹിച്ചുകൊണ്ട് ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞാൽ മാത മില്ലത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മില്ലത്തിൽ അല്ലാതെയായിക്കൊണ്ടാണ് അവൻ മരണപ്പെടുന്നത് എന്ന്, മുസ്ലിമായി കൊണ്ടല്ലാതെ മരണപ്പെടേണ്ടുന്ന ഒരവസ്ഥ ജീവിതത്തിൽ ഉണ്ടാകും എന്ന ഗൗരവമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് എന്നത് കാണാം സഹോദരങ്ങളെ. അതുകൊണ്ട് നമസ്കാരം നിർവഹിക്കുന്നവരാണെങ്കിൽ ഏറ്റവും നല്ല വൃത്തിയായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നതുപോലെ നമസ്കാരം നിർവഹിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, സ്വല്ലു കമാ റഅയ്തുമൂനി യുസല്ലി, ഞാൻ എങ്ങനെയാണോ നമസ്കാരം നിർവഹിച്ചത് അതുപോലെ ഏറ്റവും ഭംഗിയായി നമസ്കാരം നിർവഹിക്കണം. വഅൻ യുവഫിറ റജുലുൽ ബഈർ, മനുഷ്യന്മാർ നമസ്കാരം നിർവഹിക്കുമ്പോൾ വേഗത കൂട്ടി എങ്ങനെയെങ്കിലും ഒരു മനുഷ്യൻ്റെ നമസ്കാരത്തെക്കുറിച്ച് റസൂലുള്ള ആവർത്തിച്ച് നമസ്കരിക്കാൻ പറഞ്ഞ ചരിത്രം കൂടി നമുക്കറിയാം. 3 തവണയാണ് നമസ്കാരം നിർവഹിക്കാൻ അവിടുന്ന് റസൂലുള്ള പറഞ്ഞയക്കുന്നത്. നോക്കൂ, 3 തവണ നമസ്കരിച്ചിട്ടും നമസ്കാരം പൂർണ്ണമായിട്ടില്ല. റുകൂഅ് വേണ്ടതുപോലെ വൃത്തിയായി നിർവഹിക്കാൻ, സുജൂദ് വൃത്തിയായി നിർവഹിക്കാൻ
ആ മനുഷ്യന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമസ്കാരത്തെ പരിശോധിക്കുമ്പോൾ ഒട്ടനവധി ഹറക്കാത്തുകളുണ്ട്, സക്കനാത്തുകളുണ്ട്. അടങ്ങി വൃത്തിയായി ഒതുക്കത്തോടുകൂടി നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, ഒരാൾ പള്ളിയിലേക്ക് വരുന്നു, വെപ്രാളം പിടിച്ച് ഓടിക്കിതച്ച് വിയർത്തൊലിച്ചുകൊണ്ടല്ല ഒരാൾ പള്ളിയിലേക്ക് വരേണ്ടുന്നത്. അതിൻ്റെ മര്യാദ, അതിൻ്റെ അദബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. നമ്മളുടെ വീട്ടിലേക്ക് ഓടിക്കിതച്ച് പാഞ്ഞു പറിച്ച് അങ്ങനെ ഒരാൾ വീട്ടിൻ്റെ അകത്തേക്ക് ഓടിക്കേറിയാൽ അതെത്ര അപഹാസ്യമാണ്, എത്ര മോശമാണ്. നോക്കൂ, അള്ളാഹുവിൻ്റെ ഭവനം, അള്ളാഹുവിൻ്റെ പള്ളി, ആ പള്ളിയിലേക്ക് ഓടിക്കിതച്ച് അങ്ങനെ ഒരാൾ പള്ളിയിലേക്ക് വന്നു കയറി നമസ്കാരം നിർവഹിക്കുക എന്നത് എത്രയോ വലിയ അപഹാസ്യമാണ് സഹോദരങ്ങളെ. ഒരിക്കലും നിർവഹിക്കാൻ പാടില്ല. ഏറ്റവും നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിച്ച് അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ സമിഉ അൽ ഇഖാമ, നിങ്ങൾ ഇഖാമത്ത് കേട്ടാൽ, അങ്ങനെ ഇഖാമത്ത് കൊടുത്തു, ആ ഇഖാമത്ത് നിർവഹിക്കപ്പെട്ടാൽ ഫംശു ഇല സ്വലാഹ് വഅലൈക്കുമുസ് സകീനത വൽ വഖാർ, നിങ്ങൾ നല്ല ഗൗരവത്തിൽ, നല്ല വഖാറോടുകൂടി, ശാന്തതയോടുകൂടി നമസ്കാരത്തിന് നിങ്ങൾ അണികളുണ്ടാകണം. വലാ തുസ്രിഉ, നിങ്ങൾ ധൃതി കൂട്ടരുത് മനുഷ്യരെ, ധൃതി കൂട്ടരുത്. വെപ്രാളം പിടിച്ച് നിങ്ങൾ പള്ളിയിലേക്ക് ഓടി വരരുത്. വഇദാ അദ്റക്തും തുസല്ലു, നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ നമസ്കരിക്കണം. ഒരുപക്ഷെ ഇമാമ നമസ്കാരം ആരംഭിച്ചു, നമ്മൾ കുറച്ച് വൈകി വന്നു, വെപ്രാളം പിടിച്ച് ഓടിക്കതച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഉളൂ ചെയ്ത് നമസ്കാരത്തിൽ റുക്കൂ കിട്ടാൻ ഓടി വരുന്ന മനുഷ്യന്മാരുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, അങ്ങനെ വരേണ്ടതില്ല. നിങ്ങൾ സാവധാനത്തിൽ ഒരു വഖാറോടുകൂടി നിൽക്കാൻ പോകുന്നത് സൃഷ്ടിച്ച റബ്ബിൻ്റെ മുമ്പിലാണ് എന്ന തിരിച്ചറിവിലാകണം. ചടങ്ങു തീർത്ത് പോകലല്ല എന്നത് നമ്മൾ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയാന്വിതനായി ഖുശൂഓടുകൂടി നമസ്കാരം നിർവഹിക്കുന്നവനാകണം. കിട്ടിയത് നിങ്ങൾ പൂർത്തിയാക്കണം. പലപ്പോഴും ആളുകൾ പള്ളിയിലേക്ക് വരും, നമസ്കാരം നിർവഹിക്കുമ്പോൾ റുക്അയിലേക്ക് പോകുന്ന ഇമാം സമി അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞു ഉയർന്നു, എന്നാൽ അതുവരെയും കാത്തു നിൽക്കുന്ന മനുഷ്യന്മാരുണ്ട്. സുജൂദിലേക്ക് പോയി വീണ്ടും ഉയർന്നു വരുന്നത് വരേക്കും കാത്തു നിൽക്കുന്നവരുണ്ട്. എന്തിനാണ് സഹോദരങ്ങളെ ഒരു 2 സുജൂദ് ജീവിതത്തിൽ അധികമായി റബ്ബിൻ്റെ മുമ്പിൽ നിർവഹിക്കാൻ അള്ളാഹു തൗഫീക്ക് തരുന്നതിനെ തട്ടിക്കളയുന്ന മനുഷ്യന്മാരായി നമ്മൾ മാറരുത്. ഇമാമിനോടൊപ്പം തുടരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. അതുപോലെയാണ് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടുന്നത് സഫുമായി ബന്ധപ്പെട്ട ഏറ്റവും ഗൗരവപ്പെട്ട വിഷയം. സഫ് ശരിയായി നിർവഹിച്ചിട്ടില്ലെങ്കിൽ അത് പലപ്പോഴും നമസ്കാരത്തിൻ്റെ പൂർണ്ണത, നമസ്കാരം ഒരു പൂർണ്ണതയിലെത്തണമെങ്കിൽ നിങ്ങൾ സഫ് ശരിയാക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാൽ പലരും പറയാറുള്ളത് അവനവൻ്റെ സൗകര്യത്തിനൊക്കെ നിസ്കരിച്ചോട്ടെ എന്നാണ്. എന്തിനാണ് ഒരാളുടെ കാല് മറ്റൊരാളുടെ കാൽപാദത്തോട് ചേർത്തി വെക്കുന്നത്? നിസ്കരിക്കാൻ വരുന്നവർ എങ്ങനെയെങ്കിലും നമസ്കരിച്ചു പോകട്ടെ എന്നൊക്കെ പലരും കമൻറ്റ് പറയാറുണ്ട്. എന്നാൽ അതിൻ്റെ ഗൗരവം സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിനാണ് എനിക്കെൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ കാലിനോട് കാലി ചേർത്തി വെക്കുമ്പോൾ എൻ്റെ ഏകാഗ്രത നഷ്ടാകും എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്. അവിടെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖീമു ലിസ്സുഫൂഫ്, നിങ്ങൾ സഫുകൾ ശരിയാക്കണം. വഹാദു അൽ മനാഖിബ്, നിങ്ങൾ തോളോട് തോള് ചേർന്ന് നിൽക്കണം, നിങ്ങൾ പരസ്പരം ചേർന്ന് നിൽക്കണം. എന്തിനാണ്? റസൂലുള്ളാഹി പറഞ്ഞു, വസദ്ദു അൽ ഖലല, നിങ്ങൾ ഒരിക്കലും സഫിൻ്റെ ഇടയിൽ വിടവുണ്ടാക്കരുത്. അങ്ങനെ വിടവുണ്ടാക്കിയാൽ പിശാചിന് ഇടം കൊടുക്കലാണ്. നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ അള്ളാഹു അകറ്റിക്കളയും മനുഷ്യരെ. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സവ്വു സുഫൂഫക്കും, നിങ്ങൾ സഫുകൾ വിടവില്ലാതെ ചേർന്നു നിൽക്കണം. തോളോട് തോള് ചേർന്ന് പരസ്പരം ഒരുമിച്ചു നിൽക്കാനുള്ള ഒരു പ്രയോഗമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്നത്. ഏതുപോലെ മലക്കുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ അണിചേർന്ന് നിൽക്കുന്നത് പോലെ ഹദീസിലെ പ്രയോഗം കാണാം, തറാസു. ആ പ്രയോഗം നോക്കണം. ഏറ്റവും അടുന്ന് ഇഷ്ടികകൾ പരസ്പരം ചേർത്തി വെക്കപ്പെട്ടതുപോലെ അണികളായി ചേർന്ന് പരസ്പരം ഒരുമിച്ചു നിൽക്കാനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മൻ വസല സഫൻ, ഒരു മനുഷ്യൻ സഫ് ചേർന്നു നിന്നു, വസലഹുല്ലാ, അവൻ അള്ളാഹു ചേർക്കും. വമൻ ഖതഅ സഫൻ, ഒരാൾ സഫിനെ വിടവ് വരുത്തി, അങ്ങനെ മുറിച്ചു കളഞ്ഞു, അള്ളാഹു അവനുമായുള്ള ബന്ധം മുറിച്ചു കളയും. നഊദു ബില്ലാഹ്, എത്ര ഗൗരവമാണ്. നമ്മൾ നമസ്കരിക്കുന്നവരാണ്, സഫിൽ ആദ്യം ഉണ്ടാകും, എന്നാൽ സഫിൽ വിടവ് വരുത്തി അങ്ങനെ നമസ്കാരം നിർവഹിച്ചാൽ നമുക്ക് നമ്മെ പരിഗണിക്കേണ്ടുന്ന റബ്ബിൻ്റെ പരിഗണന ജീവിതത്തിൽ കിട്ടാതെ പോകുന്ന ഒരവസ്ഥയാണ് ജീവിതത്തിൽ വന്നു പോകുന്നതെങ്കിൽ
അതാണ് കൂട്ടരെ ഏറ്റവും വലിയ നഷ്ടമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അതുകൊണ്ട് കാലുകൾ കാലോട് ചേർത്ത് വെച്ച് സഫ് ശരിയാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസിനെ വിവരിക്കുമ്പോൾ ഇമാം നബവി റഹിമഹുല്ല പറഞ്ഞു, ചില മനുഷ്യന്മാരുണ്ട്, അവർ കോവർഗടിതയുടെ സ്വഭാവക്കാരാണ്. അവരുടെ കാലിനോട് കാലടുപ്പിച്ചു വെച്ചാൽ അവർ വലിച്ച് വെപ്രാളം പിടിച്ച് മാറിക്കളയുന്ന മനുഷ്യരുണ്ട്. അത്തരം സ്വഭാവ രീതി ഒരിക്കലും നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ഇതൊക്കെ ഗൗരവമാണ്. എന്തിന്? വഹീൻ്റെ അടിസ്ഥാനത്തിൽ, ഏഴാകാശങ്ങൾക്കപ്പുറം നിന്നുള്ള വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്നാൽ ഈ ഹദീസുകളൊക്കെ കേൾക്കുമ്പോൾ അതിനെ പുച്ഛിച്ച് തള്ളുന്ന ആളുകളുണ്ട്. അതിനൊരു ഗൗരവത്തിൽ കാണാത്ത സ്വഭാവമുണ്ട്. ചിലർക്ക് ഒരു ചൊറിച്ചിലുണ്ടാകും, ഇതൊക്കെ ഹദീസല്ലേ, ഇതൊക്കെ സുന്നത്തല്ലേ എന്ന നിലക്ക് ഒരു തമാശ എന്നോണം ആളുകൾ കാണുന്ന ഒരു പ്രവണത, പ്രത്യേകിച്ച് വിശ്വാസികളുടെ ജീവിതത്തിൽ പോലും അങ്ങനെയൊക്കെ സംസാരിച്ച് കളയും. ഇതൊക്കെ റസൂലിൻ്റെ സുന്നത്തല്ലേ, അതിലൊക്കെ എന്തിനാണ് ഇത്ര വാശി പിടിക്കുന്നത്, ഗൗരവത്തിൽ സംസാരിക്കുന്നത് എന്നതൊക്കെ ഒരുപക്ഷെ ചോദിച്ചു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശത്തോട്, റസൂലിൻ്റെ കൽപ്പനയോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നവൻ നിഫാഖുൽ ഇഅ്തിഖാദ്, അവൻ്റെ വിശ്വാസത്തിൽ കാപട്യമുണ്ട്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചു. വിശ്വാസമുണ്ട്, എന്നാൽ അവൻ്റെ വിശ്വാസത്തിൽ കാപട്യമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇന്നൽ മുനാഫിഖീന ഹുമുൽ ഫാസിഖൂൻ. ഫാസിഖുകൾ, മുനാഫിക്കുകൾ ആരാണ്? അവർ തെമ്മാടികളാണ്, ഫാസിഖുകളാണ്. ഇത്തരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ ജീവിതത്തിൽ മുഖവിലക്കെടുക്കാതെ അതിനെ വില കുറച്ച് കണ്ട് ഒരു സുന്നത്തല്ലേ, അതിനൊക്കെ ഇത്ര ഗൗരവത്തിൽ എന്തിനാണ് കാണുന്നത് എന്നതൊക്കെ സംസാരിക്കുന്നവരാണെങ്കിൽ അവരുടെ വിശ്വാസത്തിൽ കാപട്യമുണ്ട്, മുനാഫിക്കിൻ്റെ പണിയാണ് അവരുടെ കയ്യിലുള്ളത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഗൗരവത്തോടെ നമസ്കാരം നിർവഹിക്കുന്നവരാണെങ്കിൽ 5 നേരത്തെ നമസ്കാരവും റബ്ബിൻ്റെ അടുക്കൽ ഇഖ്ലാസോടുകൂടി സ്വീകരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകണം. അതുകൊണ്ട് മനസ്സറിഞ്ഞ്, പ്രത്യേകിച്ച് നമ്മുടെ ഈ പള്ളിയിൽ പോലും എങ്ങനെ നമസ്കാരം നിർവഹിക്കണം, അതിൻ്റെ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരേക്കുമുള്ള മര്യാദകൾ കൃത്യമായി അവിടുന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും സുജൂദിലേക്ക് പോകുമ്പോൾ ആളുകൾ മൃഗത്തിന് തുല്യമായി, റസൂലുള്ളാഹിയുടെ ഹദീസിലാണ്, മൃഗത്തിന് തുല്യമായി നമസ്കാരം നിർവഹിക്കുന്നവരുണ്ട്. അവരുടെ വിരലുകൾ, അവരുടെ കൈപ്പത്തി നിലത്തേക്ക് വെക്കും, മുട്ടുവരെ നിലത്ത് വെച്ച് സുജൂദിലേക്ക് പോകുന്ന ആളുകളുണ്ട്. അതുപോലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിലാണ് പഠിപ്പിച്ചത്. എത്ര നിസ്കരിച്ചിട്ടും 60, 70, 80 കൊല്ലം നമസ്കരിച്ചിട്ട് നമസ്കാരം സ്വീകരിക്കപ്പെടാത്ത ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകരുത്. മനസ്സറിഞ്ഞ് പഠിച്ച് സമയം കണ്ടെത്തി നമുക്ക് ഏറ്റവും വലിയ അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്തിനെ കുറിച്ച് പഠിച്ച് നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ 80ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ പോകുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. പ്രത്യേകിച്ച് ഓരോരുത്തരും അവനവൻ്റെ രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തോടുള്ള സ്നേഹവും കൂറും അത് പ്രകടമാക്കണം. ആ രാജ്യത്ത് നിർഭയത്വമുള്ള മണ്ണായി തീരാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുമുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, വർത്തമാനകാലത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ട പരിശ്രമങ്ങളാണ് വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. പലപ്പോഴും വർഗീയ, അതുപോലെ തന്നെ ഭിന്നതയും വിദ്വേഷവും വർഗീയപരമായ സംസാരങ്ങളും നമ്മെ ചൊടിപ്പിക്കുന്ന ചില വർത്തമാനങ്ങളും ഒക്കെ വരുമ്പോൾ അതിലൊക്കെ ക്ഷമാവലംബിച്ച് ഏറ്റവും നല്ല ഒരു വിശ്വാസിയായി ജീവിക്കാൻ നമുക്കൊക്കെ സാധിക്കേണ്ടതായിട്ടുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അടിയുറച്ച ഈമാനാണ്, വിശ്വാസമാണ് വേണ്ടത്. അങ്ങനെ ഒരാൾ വിശ്വസിച്ചാൽ വലൗ അൻ അഹ്ലൽ ഖുറ ആമനു വത്തഖൗ, വിശ്വസിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്താൽ ലഫതഹ്ന അലൈഹിം ബറകാതി മിനസ്സമാ, ആകാശത്ത് നിന്ന് അള്ളാഹു ബർക്കത്തിറക്കി തരും. ജീവിതത്തിലൊരു സുഖവും സന്തോഷവും
സമാധാനവും അള്ളാഹു നൽകുമെന്നതാണ്. ഇൻ തൻസുറുല്ലാ യൻസുറുക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ കാൽപാദങ്ങളെ അള്ളാഹു ഉറപ്പിച്ച് നിർത്തുമെന്ന ഒരു വലിയ വാഗ്ദാനമാണ്. ഇന്ന വഅദല്ലാഹി ഹഖ്, അള്ളാഹുവിൻ്റെ വാഗ്ദാനം അത് സത്യമാണ്. അതുകൊണ്ട് അടിയുറച്ച ഈമാനും തഖ്വയുമാകണം ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്നത്. അപ്പോൾ വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള സഹായം ഉണ്ടാകും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്താണ്. അതിൻ്റെ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ അതൊക്കെ സംരക്ഷിക്കണം. ഭരണഘടന നൽകുന്ന അവകാശങ്ങൾക്കെതിരിൽ പലപ്പോഴും അവകാശങ്ങളെയൊക്കെ തകർത്ത് തരിപ്പണാക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ കൈപിടിക്കാൻ വിശ്വാസികൾക്ക് കഴിയണം. ആ നിലക്ക് ഏറ്റവും നല്ലൊരു മണ്ണാകാൻ, ഏറ്റവും നല്ല നിർഭയത്വമുള്ള ഒരു ഭൂമിയാകാൻ നമുക്ക് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ട എല്ലാ പിന്തുണയും എല്ലാ സപ്പോർട്ടും വിശ്വാസികളുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. ആ നിലക്കൊക്കെ നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയോടുള്ള സ്നേഹവും അനുകമ്പയും ഒക്കെ റസൂലിൻ്റെ വർത്തമാനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ നിലക്ക് ജീവിക്കുന്ന മണ്ണിനോട്, ഭൂമിയോട് ഏതൊരു മനുഷ്യനും തൻ്റെ നാട് വിട്ടുപോകുമ്പോഴുണ്ടാകുന്ന ഒരു സങ്കടവും ഒരു ഫീലും അതൊരു വലിയ ഫീലായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ നിലക്ക് നമ്മൾ ജീവിക്കുന്ന ഈ നാടിനെ സ്നേഹിക്കാൻ, ഇഷ്ടപ്പെടാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ മറ്റൊരു വിഷയം, നമ്മൾ വരുന്ന ഞായറാഴ്ച 4:30 മുതൽ കണ്ണനല്ലൂർ മുസ്ലിം ജമാഅത്ത് ഹാളിൽ വെച്ച് മയ്യത്ത് പരിപാലന പ്രോഗ്രാം നമ്മൾ നടത്തുകയാണ്. ഒരാൾ മരണപ്പെട്ടാൽ ആ മരണത്തിൻ്റെ നിമിഷം മുതൽ ഖബറടക്കുന്നത് വരേക്കുമുള്ള വിഷയങ്ങൾ അൽഹംദുലില്ലാ പഠിക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ്. അതുകൊണ്ട് 4:30 മണിക്ക് തന്നെ ഞായറാഴ്ച മുഴുവൻ സഹോദരങ്ങളും കുടുംബത്തോടു കൂടി, നമ്മളിൽ ആരാണ് ആദ്യം മരണപ്പെടുക എന്നറിയില്ല, അതൊക്കെ മരണം സംഭവിക്കുമ്പോൾ ബേജാറിലും വിഷമത്തിലും സങ്കടത്തിലും ഒക്കെ ആയിപ്പോകുന്ന ഒരു സാഹചര്യമാണ്. പേടിച്ചിനി ആരെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്ന മറ്റുള്ളവർക്ക് അവസരം കൊടുക്കലല്ല, നമുക്ക് കിട്ടുന്ന അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ. അറിവില്ലായ്മയാണ് വലിയ പ്രശ്നം. അതുകൊണ്ട് പഠിക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ് ആ മയ്യത്ത് പരിപാലന ക്ലാസ്സിൽ മുഴുവൻ സഹോദരങ്ങളും ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തിന്മകളും അള്ളാഹുവെ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ. നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹുവെ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. കലിമത്ത് ഷഹാദ ഉച്ചരിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹുവെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളിലെ രോഗികളായിട്ടുള്ള ആളുകൾക്ക് അള്ളാഹുവെ നീ ഷിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യണേ റഹ്മാനെ. പ്രത്യേകിച്ച് നമ്മുടെ ഈ പള്ളിയിലെ ഇമാമായി സേവനമനുഷ്ഠിക്കുന്ന യഹ്യയുടെ പിതാവ് വല്ലാത്തൊരു രോഗത്തിന് അടിമപ്പെട്ട് പ്രയാസത്തിലാണ് എന്നറിയിച്ചിട്ടുണ്ട്. ആ പിതാവിൻ്റെ രോഗം അള്ളാഹു എത്രയും വേഗം നീ ശിഫ നൽകണേ റഹ്മാനെ. അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യം അള്ളാഹു നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ആ കുടുംബത്തിന് സമാധാനവും ആശ്വാസവും നീ പ്രദാനം ചെയ്യണേ റബ്ബേ. അള്ളാഹുവെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന മുഴുവൻ സഹോദരങ്ങളുടെയും കടം വീടുവാനുള്ള തൗഫീഖ് അള്ളാഹുവെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഏറ്റവും നല്ല ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസന്മാരായി ലോകത്ത് നിന്ന് വിട പറയാനുള്ള തൗഫീഖ് അള്ളാഹുവെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബ ദഅവാതി യാ ഖാദിൽ ഹജാത്ത് റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ذنوبنا وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.